അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അൽ ജിൻസു ജെൻഡറിനെ കുറിച്ചാണ്. അപ്പോൾ മുദക്കറാണോ മുഅന്നസാണോ, സ്ത്രീലിംഗമാണോ പുരുഷലിംഗമാണോ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആദ്യം കുറച്ച് വാക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ വിശദീകരണം പറയും, ഏതാണ് മുദക്കർ ഏതാണ് മുഅന്നസ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ റജുലുൻ, അസദുൻ, ഖലമുൻ, ജബലുൻ, ബഹറുൻ, കിതാബ്, ദഹബുൻ, ജറാദുൻ, സഹാബുൻ, ത്വരീഖുൻ, ഫറസുൻ, ഉനുഖുൻ, ഉമ്മുൻ, ദാറുൻ, നാറുൻ, സുആദ്, സൈനബ്, ഷംസ്, ഉസാമത്ത്, ഉബൈദത്ത്, അൻതറത്ത്, ഹുദൈഫത്ത്, ഹംസത്ത്, തുൽഹത്ത്, ജമീലത്ത്, ഫാത്തിമത്ത്, ത്വാലിബത്ത്, സൽമ, ലൈല, അലിയ. അപ്പോൾ ഇവിടെ 5 കാറ്റഗറിയിലുള്ള ഉദാഹരണങ്ങളാണുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ചില കാറ്റഗറിയിൽ ചില വിഭാഗത്തിലുള്ളത് അത് മുദക്കറാണ്, ചിലത് മുഅന്നസാണ്, ചിലതിൽ മുഅന്നസായിട്ടും പറയപ്പെടും മുദക്കറായിട്ടും പറയപ്പെടും. അങ്ങനെ വ്യത്യസ്തമായ 3 ഇനങ്ങളാണ് അറബി ഗ്രാമറിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിശദീകരിക്കാം. ആദ്യം ഉൻദുർ ഇലൽ അസ്മാഇൽ മദ്കൂരി അലാഹു ഫി അഖ്സാമിൻ 5, 5 വിഭാഗങ്ങളിലായിട്ട് നേരത്തെ മുകളിൽ പറയപ്പെട്ട ഇസ്മുകളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹൽ തശ്ഉറു ബി അയ്യത്തി ഖുസൂസിയത്തിൻ ലിൽ അസ്മാഇ ഫി കുല്ലി ഖിസ്മിൻ മിൻഹ. ഇതിലുള്ള ഏതെങ്കിലും വിഭാഗത്തിലുള്ള ഇസ്മുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലായി അതിലെന്തോ പ്രത്യേകതകളുണ്ട്. തശ്ഉറു ഫി അവ്വലി വഹ്ലത്തിൻ ബി അന്ന ബഅ്ളഹ മുദക്കറുൻ വ ബഅ്ളുഹ ആഖർ മുഅന്നസുൻ. അപ്പോൾ മനസ്സിലായി അതിലുള്ള ഒരു വിഭാഗം മുദക്കറുമാണ്, ഒരു വിഭാഗം മുഅന്നസുമാണ്. വലാകിൻ നുരീദു അൻ നുബയ്യിന ലക ബിത്തഫ്സീൽ. നമുക്ക് വിശദമായിട്ട് പറയാം. അന്നൽ ലുഗൽ അറബിയ്യ തഅ്തമിദു അലാ സിൽസിലത്തിൻ മിനൽ ഖവാഇദി ലിതംയീസി ദക്കരി അനിൽ ഉൻസ. അറബി ഗ്രാമറിൽ, അറബി വ്യാകരണ ശാസ്ത്രത്തിൽ മുദക്കറും മുഅന്നസും വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രത്യേക നിയമങ്ങളുണ്ട്. വയുൻഖസമുൽ ഇസ്മു മിൻ ഫി ഹാദൽ മഖാമി ഇലാ അഖ്സാമിൻ 3. 3 വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഇവിടെ ഇസ്മുകളെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് മുദക്കർ, അസാനി മുഅന്നസ്, അത്താലിസ് മാ യജൂസു അലൈഹി തദ്കീറു വത്തഅനീസു. മുദക്കറായിട്ടും പറയപ്പെടാം, പിന്നീട് മുഅന്നസായിട്ടും പറയപ്പെടാം. അങ്ങനെ 3 ഖിസ്മുകളായിട്ടാണ് ഇവിടെ നമ്മൾ ഉദാഹരണങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് മുദക്കർ, ഏതൊക്കെയാണ് മുഅന്നസ്? മുദക്കർ ഹഖീഖിയുണ്ട്, മുദക്കർ മജാസിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് ബിൻ നിസ്ബത്തി ലിൽ അസ്മാഇൽ അറബിയ്യ അത്തദ്കീറു വൽ അസ്ലു. അടിസ്ഥാനപരമായി ഒരു ഇസ്മുകളെ കുറിച്ച് പറയുമ്പോൾ അതിനടിസ്ഥാനപരമായിട്ടുള്ളത് അത് മുദക്കറാണ്. അതായത് യഅനി അന്നൽ ലഫ്ള അല്ലദി യദുല്ലു അല അദ്ദക്കരി ലാ യഹ്താജു ഇലാ അലാമാത്തി അത്തദ്കീരി ബൈനമാ യത്ലുബു ലഫ്ളുൽ മുഅന്നസ് വുജൂദ അലാമാത്തി തഅനീസി ലിതമീസിഹി. എന്ന് വെച്ചാൽ ഒരു സംഗതി മുദക്കറാണോ അല്ലേ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ അവിടെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും വേണ്ട. മറിച്ച് അത് മുഅന്നസാണോ അല്ലേ എന്ന് തെളിയിക്കാൻ അതിന് മുഅന്നസിൻ്റേതായ പ്രത്യേക അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ വന്നാലേ അത് മുഅന്നസാവുകയുള്ളൂ. അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അൽ മുദക്കറുൽ ഹഖീഖിയു യദുല്ലു അലാ ദക്കരിൻ മിനൽ ബശരി അവിൽ ഹയവാനി മിസ്ല റജുലിൻ വ അസദിൻ. അപ്പോൾ മുദക്കർ ഹഖീഖി എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നോ മൃഗത്തിൽ നിന്നോ പുരുഷവർഗത്തിന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇസ്മിനെ കുറിച്ചാണ് മുദക്കർ ഹഖീഖി എന്ന് പറയാം. അപ്പോൾ ബഷർ, ഉദാഹരണത്തിന് റജുലുൻ, അത് പുരുഷന് പറയുന്ന പേരാണ് റജുലുൻ. അപ്പോൾ അത് മുദക്കറായിട്ടേ ഉപയോഗിക്കുകയുള്ളൂ. അതേപോലെ അസദുൻ, അത് അസദ് എന്നുള്ളത് ദക്കറിന്, ഒരു സിംഹ വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ പുല്ലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. വഹുനാക മുസമ്മയാത്തുൻ ഉഖറ വറദത് അൽഫാദുഹ മുദക്കറതൻ ഫിൽ ഇസ്തിഅമാലിൽ ലുഗവി കമാ തജിദു ഫിൽ ഖിസ്മിൽ അവ്വലി ഫിൽ അംസലതി അലാഹു. നേരത്തെ മുകളിൽ പറയപ്പെട്ടതിൽ മനുഷ്യവർഗത്തിലും മൃഗവർഗത്തിലും പെട്ടതല്ലാത്തതുണ്ട്. കിതാബ്, കലമ്, ജബൽ, അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനത്തെ ഈ മുദക്കറായി ഭാഷയിൽ ഉപയോഗിക്കാൻ ഒരു ലിംഗ്വിസ്റ്റിക് യൂസേജിൽ വന്ന സംഗതികളും മുദക്കറായിരിക്കും. അപ്പോൾ അതിന് പറയപ്പെടുന്ന പേരാണ് മുദക്കർ മജാസി അല്ലെങ്കിൽ മുദക്കർ മഅനവി എന്നൊക്കെ. എന്ന് വെച്ചാൽ പുരുഷലിംഗമായിട്ട് മനുഷ്യരിൽ നിന്നോ മൃഗത്തിൽ നിന്നോ ഉപയോഗിക്കപ്പെടാതെ നമ്മുടെ അറബികൾ ഉപയോഗിച്ചതായിട്ട് ഭാഷയിൽ അങ്ങനെ അറിയപ്പെടുന്ന ചില ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളും അങ്ങനെ മുദക്കറായിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ്. അതിന് മുഅന്നസ് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്
കിതാബ് എന്നുള്ളത് പുസ്തകം എന്നുള്ള ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. പുസ്തകം എന്നുള്ള ആ ഒരു വസ്തുവിനാണ് കിതാബ് എന്ന് പറയുന്നത്. അത് മുദക്കറാണ്. അതിന് മുഅന്നസ് തേടി പോയിട്ട് കാര്യമില്ല. കാരണം എന്താ, അതിന് മുഅന്നസ് ഇല്ല. അതേപോലെ ജബലുൻ, മല. മല എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു അല്ലേ, അതിനു വേണ്ടി ഉപയോഗപ്പെടുന്നതാണ്. ആ ഇസ്മു മുദക്കറാണ്. കാരണം അതിന് മുഅന്നസ് എന്നുള്ള ഒരു വർഗ്ഗമില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ 2 ഇനങ്ങളായിട്ടുണ്ട്. മുദക്കർ ഹഖീഖിയുണ്ട്, മുദക്കർ മജാസിയുമുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി വൈദാ ലാഹൽതൽ അംസിലത ഫിൽ ഖിസ്മി സാനി, രണ്ടാമത്തെ വിഭാഗത്തിൽ, ഒന്നാമത്തെ വിഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മളൊന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ തജിദു കുല്ലം മിൻഹാ അസ്മാഅൻ തുസ്തഖ്ദമു മുദക്കറൻ വ മുഅന്നസൻ മഅൻ. അവിടെ മുദക്കറായിട്ടും മുഅന്നസായിട്ടും ഉപയോഗപ്പെടുന്ന ലഫ്ളുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വഹാദൻ നൗഉൽ മുഹായിദു ദൂനൽ മുദക്കരി വൽ മുഅന്നസി ഹുവ മാ യുത്ലഖു അലൽ അഷ്യാഇ അല്ലതി യൻതബിഖു അലൈഹ തദ്കീറു വത്തഅനീസു ഫിൽ അറബിയ്യ. അറബി ഭാഷയിൽ ഇതിന് മുദക്കർ മുഅന്നസായിട്ടും മുദക്കറായിട്ടും മുഅന്നസായിട്ടും പറയപ്പെടുന്ന ഒരു വിഭാഗമാകുന്നു. ഇനി ഫൽ അഖ്സാമു സാലിസതു വറാബിഅതു വൽ ഖാമിസതു തഷ്തമിലു അലാ സലാസതി അൻവാഇ മിനൽ മുഅന്നസി. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും വിഭാഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായ 3 വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യഷ്തമിലു അലാ അസ്മാഇൻ മുഅന്നസത്തിൻ മഅനവിയ്യത്തിൻ, മഅനവിയായ ഒരു മുഅന്നസായ ഇസ്മുകളെ കുറിച്ചാണ്. ഹിയ അസ്മാഉൻ മആനിഹാ മുഅന്നസത്തുൻ വലാ തജിദു ഫീഹാ അലാമാത്തു തഅനീസി എന്ന് വെച്ചാൽ ആ ഇസ്മുകളുടെയൊക്കെ അർത്ഥം എന്തായിരിക്കും, മുഅന്നസിൻ്റെ അർത്ഥത്തിലായിരിക്കും എന്നിട്ടുണ്ടാവുക. വലാ തൂജദു ഫീഹാ അലാമാത്തു, എന്നാൽ അതിൻ്റെ മുഅന്നസിൻ്റെ അടയാളം അതിൽ കാണുകയില്ല. ഉദാഹരണമാണെങ്കിൽ നമുക്ക് നോക്കാം. ഉമ്മുൻ, ഉമ്മുൻ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, മുഅന്നസായിരിക്കും. കാരണം ഉമ്മ എന്നുള്ളത് പെണ്ണാണ്. ദാറുൻ, അതും മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറ്. നാർ, സ്വാദ്, സൈനബ്, ഷംസ്, ഇതൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിലൊന്നും എന്തില്ല, മുഅന്നസിൻ്റെ അടയാളമാകുന്ന താഓ അല്ലെങ്കിൽ മറ്റുള്ള അടയാളങ്ങളൊന്നുമില്ല. എന്നാലും അതെന്താണ്, മുഅന്നസ് തന്നെയാണ്. അപ്പോൾ മുഅന്നസ് മഅനവിയാണത്. മനസ്സിലായല്ലോ. വൽ ഖിസ്മു റാബിഉ യഷ്തമിലു അലാ അസ്മാഇൻ മുഅന്നസത്തിൻ ലഫ്ദിയ്യ, ലഫ്ദിയായിട്ട് മുഅന്നസായിരിക്കും മേലെ പറയപ്പെടുന്ന ഇസ്മുകൾ. യഷ്തമിലു അലാ ഹിയ അസ്മാഉൻ ഫീഹാ അലാമാത്തു തഅനീസി വലാകിൻ മആനീഹാ മുദക്കറുൻ. നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗത്തിന് നേരെ ഓപ്പോസിറ്റാണ്. മുഅന്നസിൻ്റെ അടയാളമുണ്ട്, പക്ഷേ എന്നാൽ അത് മുദക്കറായിരിക്കും. ഉദാഹരണത്തിന് നോക്കൂ, ഉബൈദത്ത്, അൻതറത്ത്, ഹുദൈഫത്ത്, ഹംസത്ത്, തുൽഹത്ത്, ഇതിലൊക്കെ മുഅന്നസിൻ്റെ അടയാളമായ താ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് പറയുന്ന പേരാണ്. അപ്പോൾ മഅനവിയായിട്ട് അത് മുദക്കറാണ്, ലഫ്ലിയായിട്ട് അത് മുഅന്നസാണ്. വൽ ഖിസ്മുൽ ഖാമിസു, അഞ്ചാമത്തെ വിഭാഗം യഷ്തമിലു അലാ അസ്മാഇൻ മുഅന്നസത്തിൻ മഅനവിയ്യതൻ വലഫ്ലിയ്യതൻ, മഅനവിയായിട്ടും ലഫ്ലിയായിട്ടും മുഅന്നസാണത്. ഹിയ അസ്മാഉൻ മആനിഹാ മുഅന്നസത്തുൻ വതൂജദു ഫീഹാ അലാമാത്തു തഅനീസി, അത് ഇസ്മുകൾ മുഴുവനും മുഅന്നസായിരിക്കും, അതിൽ അലാമാത്തു തഅനീസ് ഉണ്ട് താനും. നോക്കൂ, ത്വാലിബത്ത്, ജമീലത്തുൻ, ഫാത്തിമത്തുൻ, ത്വാലിബത്തുൻ, സൽമ, ലൈല, അലിയ, അലിഫ് മംദൂദ, അലിഫ് മക്സൂറൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇതൊക്കെ മുഅന്നസിൻ്റെ അടയാളമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട 5 വിഭാഗത്തിലും ഒന്നാമത്തെ വിഭാഗം മുഴുവൻ മുദക്കറാകുന്നു. രണ്ടാമത്തേത് മുദക്കറായിട്ടും ഉപയോഗിക്കാറുണ്ട്, മുഅന്നസായിട്ടും ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തെ വിഭാഗത്തിൽ അത് മുഅന്നസായിട്ടേ ഉപയോഗിക്കാറുള്ളൂ, പക്ഷെ അതിലെന്തില്ല, മുഅന്നസിൻ്റെ അടയാളമില്ല. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അത് അടയാളങ്ങളോ മുഅന്നസിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് മുദക്കറിനാണ് ഉപയോഗിക്കാറ്. അഞ്ചാമത്തെ വിഭാഗം അത് ലഫ്ലി എന്നൽക്കും മഅനവി എന്നൽക്കും അത് മുഅന്നസ് തന്നെയാണ്. അതിലും അതിൻ്റെ അർത്ഥവും മുഅന്നസിൻ്റെ അർത്ഥമാണ്. അതുപോലെ തന്നെ മുഅന്നസുകളിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് മിനൽ അസ്മാഇൽ മുഅന്നസ ലതി തകൂനു ഖാലിയതൻ മിൻ അലാമത്തിഹ ദായിമൻ, എപ്പോഴും മുഅന്നസിൻ്റെ അടയാളങ്ങളിൽ നിന്നും ഒഴിഞ്ഞതായിരിക്കും. ഇതുപോലെ അൽ അസ്മാ ഉൽ ജുഗ്രാഫിയ, നമ്മുടെ ജിയോഗ്രഫിക്കൽ നെയിംസ്, അൽ മുദുനു വൽ ഖുറ വൽ ബുൽദാൻ, ഗ്രാമങ്ങളുടെ പേര്, സിറ്റികളുടെ പേര്, നാടുകളുടെ പേര്. വമ ഇല ദാലിക മിസ്ല ദിമഷ്ക് വ മിസ്ർ, മിസ്ർ ഒക്കെ നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതേപോലെ ദിമഷ്ക്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ മുഅന്നസായിട്ട് മാത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ അജ്സ ഉൽ
അജ്സാഉൽ ജിസ്മി അല്ലത്തി തഹ്ദുസു അസ്വാജൻ തകൂനു കുല്ലുഹാ മുഅന്നസതൻ തഖരീബൻ. അപ്പോൾ രണ്ടെണ്ണമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഉദാഹരണത്തിന് കണ്ണ്, അതുപോലെ കൈ, ചെവി, കാല്, ഇവയൊക്കെ എന്തായിരിക്കും മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഒരു കയ്യിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവിടെ മുഅന്നസായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഐന്, യദ്, റിജില് എന്നുള്ളതൊക്കെ. ഓക്കെ. അതുപോലെ ബഅദുൽ അസ്മാഇൽ ഉഖ്റ മുഅന്നസത്തുൻ ബിദൂനി അയ്യി സബബിൻ വാളിഹിൻ, പ്രത്യേക കാരണമില്ലാതെ നമ്മൾ അറബികൾ യൂസ് ചെയ്ത് ഉപയോഗിച്ചു വന്ന ചില വാക്കുകളുണ്ട്, മുഅന്നസായിട്ട് തന്നെ ഉപയോഗിച്ച ലഫ്ലുകളുണ്ട്. ഇതുപോലെ അർള്, ദാറ്, ഷംസ്, നഫ്സ്, കമാ തജിദു ഫിൽ ഖിസ്മി സാലിസി അലാഹു, നേരത്തെ പറയപ്പെട്ട മൂന്നാമത്തെ ഖിസ്മിൽ നമുക്ക് കുറേ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് കാരണമില്ലാതെ വന്നത് എന്നുള്ളത് ഇസ്മുകളെ കണ്ടല്ലോ. എന്ന് വെച്ചാൽ മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത്, ഇപ്പോൾ മൊത്തത്തിൽ ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മളതിൻ്റെ ഒരു ആകത്തുക ടോട്ടലായിട്ട് എന്താണ് പറയുന്നത്, വയുൻഖസമു അൽ ഇസ്മു ഹസ്ബൽ ജിൻസി ഇലാ സലാസതി അഖ്സാമിൻ, 3 വിഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇസ്മുകളെ അതിൻ്റെ ജിൻസ് അനുസരിച്ച്, അതിൻ്റെ ജെൻഡർ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് മുദക്കറുൻ വ മുഅന്നസുൻ, മുദക്കറാണ്, മുഅന്നസാണ്. വമാ യജൂസു അലൈഹി തദ്കീറു വ തഅനീസു, ഒന്നാമത്തത് മുദക്കറാണ്, രണ്ടാമത്തെ മുഅന്നസാണ്, മൂന്നാമത്തത് അത് മുദക്കറാവാനും മുഅന്നസാനായിട്ടും ഉപയോഗിക്കുന്നതാണ്. അലാമത്തു തഅനീസി ഫിൽ അസ്മാഇ, ഇസ്മുകളിൽ അതിൻ്റെ മുഅന്നസിൻ്റെ അടയാളം എന്ന് പറയുന്നത് അത്താ ഉൽ മർബൂത്തതു ഫി ആഖിരിഹ, അതിൻ്റെ അവസാനത്തിൽ ചേർക്കപ്പെടുന്ന ഒരു താ ആകുന്നു. താ ഉൽ മർബൂത്ത എന്നാണ് നമ്മൾ ഹാത്ത എന്ന് പറയപ്പെടുന്നത്. വൽ അലിഫുൽ മഖ്സൂറ വൽ മംദൂദ, അലിഫുൽ മഖ്സൂറയും അലിഫുൽ മംദൂദയും. നമ്മൾ സെൽമ എന്ന് പറഞ്ഞല്ലോ, ആ അലിഫിനാണ് അലിഫുൻ മഖ്സൂറ എന്ന് പറയുന്നത്. അതുപോലെ അലിയ എന്ന് പറഞ്ഞിടത്തുള്ള ആ അലിഫ് ഉണ്ടല്ലോ, അതിനാണ് അലിഫുൽ മംദൂദ എന്ന് പറയുന്നത്. വഫീ ബഅദിൽ അഹ്യാനി, ചില സമയങ്ങളിൽ തകൂനു ഖാലിയത മിൻ അദാതി തഅനീസി, ചിലപ്പോൾ തഅനീസിൻ്റെ അടയാളങ്ങളൊന്നുമില്ലാതെ നമുക്കങ്ങനെ ഉപയോഗിക്കാറുണ്ട്. തഫ്ഹമുഹ മിൻ മലാഹിരിഹ, അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മുഅന്നസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പാഠം. മനസ്സിലായല്ലോ? ഓക്കെ, ശുക്രൻ. അസ്സലാമു അലൈക്കും.